ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതി സച്ചിയോട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുക. എല്ലാം ഉണ്ടാക്കി വെച്ചത് സച്ചേട്ടന് ആദ്യം അവരെ ഉപദ്രവിച്ചതുകൊണ്ടാണ് അവർക്ക് നമ്മളോട് ഇത്ര പക വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല, ഇവിടുന്ന് പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രേവതി ആണെങ്കിൽ സച്ചിയെ കുറ്റപ്പെടുത്തുന്നത് കേട്ടപ്പോൾ സച്ചിക്ക് സഹിച്ചില്ല കേട്ടോ. രേവതി അവന്മാർ അപമാനിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് സച്ചി പ്രതികരിച്ചത്. അത് രേവതി പറഞ്ഞില്ല. അപ്പോൾ രേവതിക്കാണെങ്കിൽ പേടിയാണ്, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുമോ, അതിനു മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അങ്ങനെ ഇനിയിപ്പോൾ പോലെ പോലീസ് കേസൊക്കെ ആവുമെന്നൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ രേവതി സച്ചിയോട് പറയാണ്, സച്ചേട്ട ഒന്ന് റെഡി ആവും സച്ചേട്ടാ. അപ്പോൾ സച്ചിക്കാണെങ്കിൽ രേവതി പറഞ്ഞത് ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായിപ്പോയി. സച്ചി വന്നിട്ട് ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. ഞാൻ വരുന്നില്ല, വരുന്നത് വരട്ടെ, നേരിട്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ നിൽക്കുക. സച്ചേട്ട ഞാൻ പറയുന്ന ഒന്ന് കേക്ക് സച്ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി വന്നിട്ട് സച്ചിയുടെ കാല് പിടിക്കുകയാണ്. സച്ചേട്ടാ പറയുന്നത് കേക്കെന്നും പറഞ്ഞു. സച്ചിക്കാണെന്നുണ്ടെങ്കിൽ രേവതി പറഞ്ഞത് വല്ലാത്തൊരു വേദന പോലെ ആവുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ സച്ചി ഭയങ്കരമായിട്ട് വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പോൾ രേവതി എന്നിട്ട് സച്ചിയോട് പറഞ്ഞു, സച്ചേട്ടാ ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് അവരെല്ലാവരും പറഞ്ഞു വിട്ടത് സച്ചേട്ടൻ ഓർക്കുന്നില്ലേ, അവർക്കെല്ലാവർക്കും സന്തോഷമാവില്ലേ സച്ചേട്ടാ, എൻ്റെ സച്ചേട്ടൻ അവരുടെ എല്ലാവരുടെയും മുന്നിൽ വീണ്ടും ചെറുതാവില്ലേ സച്ചേട്ടാ, ഞാൻ അതുകൊണ്ടാണ് പറയുന്ന സച്ചേട്ട ഒന്ന് വാ സച്ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് കാല് പിടിച്ച് വിളിക്കുക. അങ്ങനെ രേവതി കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി എന്നിട്ട് അവിടെ നിന്ന് പോരാനായിട്ട് തയ്യാറായി. അത് കഴിഞ്ഞിട്ട് ഇവർ റിസൈൻ ചെയ്യാനായിട്ട് റൂമിൻ്റെ അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്കും അവരാണെന്നുണ്ടെങ്കിൽ ഇവരോട് ഇവന്മാരെ ഉപദ്രവിച്ചതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം. അവന്മാർ ചില്ലറക്കാരല്ല, അവന്മാർ അങ്ങനെ ഭയങ്കര പ്രശ്നക്കാരാണ്, സാറൊന്നും ഇനി ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് പോയിക്കോ, കാരണം അവന്മാരുടെ ഗ്യാങ് എന്ന് പറയുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ കൂടി കഴിയാത്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സച്ചിയോടും രേവതിയോടും കാര്യങ്ങളെല്ലാം പറയുക. അങ്ങനെ അവർ പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയും രേവതിയും അവിടുന്ന് പെട്ടെന്ന് തന്നെ പോരും കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് ശ്രുതി കൊടുത്ത പണിയെന്ന് പറഞ്ഞാൽ ചന്ദ്ര സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ്. രേവതിക്കിട്ട് കൊടുക്കുന്നത് പോലെ എളുപ്പമാണ് ഈ ശ്രുതിയെയും പറ്റിക്കുക എന്നുള്ളതെന്ന് ഓർത്തിരുന്ന ചന്ദ്രമതിക്ക് തെറ്റിപ്പോയി. ചന്ദ്രമതിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുപ്പിക്കുന്നു, മരുന്ന് കുടിപ്പിക്കുന്നു, ട്രിപ്പിടിക്കുന്നു. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് എങ്ങനെയൊക്കെ ചന്ദ്രമതിയോട് പകരം വീട്ടാൻ പറ്റുമോ അതെല്ലാം ശ്രുതി അങ്ങ് ചെയ്തു. ചന്ദ്ര ഇതെല്ലാം ഏറ്റുവാങ്ങി ഇങ്ങനെ അവിടെ കിടക്കുക. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന വഴിക്കാണെങ്കിലും ഇവരിങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സച്ചി ആണെങ്കിൽ രേവതിയോട് പറയുന്നുണ്ട്, രേവതി ഞാൻ ചെയ്തത് ഇന്നതാണ്. രേവതി അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ വീട്ടിൽ ചെന്ന് ഇനി ഇതൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട എന്നുള്ള കാര്യങ്ങൾ എന്നിട്ട് ഇങ്ങനെ ഇവർ പറയുകയും ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമേ. അപ്പോഴും രേവതി സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സച്ചിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടവും. അങ്ങനെ സങ്കടപ്പെട്ട് രേവതി ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കുവാണ്. അതുപോലെ തന്നെ സച്ചിയും അങ്ങനെ ഇടയ്ക്ക് വെച്ച് കൂട്ടുകാരൻ്റെ വണ്ടിയും കൊടുത്ത് സ്വന്തം വണ്ടി എടുത്ത് ഇവർ വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ചന്ദ്രയും കൊണ്ട് എല്ലാവരും ആശുപത്രിയിലല്ലേ. അപ്പോഴത്തേക്കും ശ്രീകാന്തും വർഷയും വന്നു. ആഹാ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ എന്ന് ചോദിച്ചു. തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. ഇവിടെയുള്ളവരൊക്കെ എന്തെന്ന് ചോദിക്കുമ്പോൾ ആൻറ്റിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുമെന്ന് പറഞ്ഞു. അയ്യോ, അമ്മയ്ക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചു രേവതി. അതെ, നിങ്ങൾ പോയത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കും ഒന്ന് ടൂറ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അവർക്ക് രണ്ടുപേർക്കും. അങ്ങനെ അവർ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ആൻറ്റിക്ക് വയറുവേദന തുടങ്ങി. ആൻറ്റിയുടെ വയറുവേദന കുറയാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ചേച്ചി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പോൾ അവിടെ ഹോസ്പിറ്റലിലാണ്, പേടിക്കൊന്നും വേണ്ടെന്നേ, അധികം താമസിക്കാതെ വന്നോളും. അയ്യോ, അപ്പോൾ അമ്മയ്ക്ക് ശരിക്കും വയറുവേദനയായിരുന്നു എന്ന് ചോദിക്കുമ്പം എൻ്റെ പൊന്ന് രേവതി ചേച്ചി, പണ്ട് ശ്രുതി ചേച്ചിക്കൊരു പല്ലുവേദന വന്നത് ഓർമ്മയുണ്ടോ? അത്രയേ ഉള്ളൂ ഇതും. അന്ന് ഞാനെന്ത് ഡോസ് കൊടുത്തോ ആ ഡോസ് ഇപ്പോൾ ആൻറ്റിക്ക് കൊടുക്കാൻ വേണ്ടി ശ്രുതി ചേച്ചി കൊണ്ടുപോയിരിക്കുന്നതാണ്. അതിൽ കൂടുതലൊന്നും ഇല്ല എന്നും പറഞ്ഞ് നമ്മുടെ വർഷ ഇങ്ങനെ പറയാം. പിന്നെ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നോ, വിശേഷങ്ങളൊക്കെ പറ എന്നൊക്കെ പറഞ്ഞ് വർഷ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുമ്പം നീ ഇപ്പം ഇതൊക്കെ ഒന്ന് കൊണ്ട് വെക്ക് രേവതി, ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നെ പറയാമെന്ന് സച്ചി പറഞ്ഞു. ആയിക്കോട്ടെ, എന്നാൽ നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കുക, പിന്നെ വൈകുന്നേരം വിശദമായിട്ടെല്ലാം പറഞ്ഞു തരണം കേട്ടോ രേവതി ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയും കൊണ്ട് ഇവർ വന്നപ്പോഴത്തേ രേവതിയും സച്ചിയും വീട്ടിൽ. ഇവരെ കണ്ടപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ആശ്വാസമായി. ദൈവമേ, ഇനിയിപ്പോൾ ശ്രുതിയും സുതിയും പോയാലും കുഴപ്പമില്ല, വീട്ടുപണി ചെയ്യാൻ രേവതി ഉണ്ടല്ലോ. ഓ ആശ്വാസം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഓ വന്നോ എന്നും ചോദിച്ച് ഉള്ളിൽ ആശ്വാസം പറഞ്ഞിട്ടേ വന്നോ എന്നും ചോദിച്ചുകൊണ്ട് ചന്ദ്ര ഇവരുടെ മുന്നിൽ നിന്ന് അങ്ങോട്ട് ഇതാവുക. അമ്മയ്ക്ക് എന്താമേ പറ്റിയെന്ന് ചോദിക്കുമ്പം എന്ത് പറ്റാ, ഇവിടെ ഒരുത്തി ജീവനോടെ ഉണ്ടോ, അല്ലെങ്കിൽ ചത്തോന്ന് പോലും നീയൊക്കെ പോയിട്ടൊന്ന് വിളിച്ചന്വേഷിച്ചോ, നിൻ്റെയൊക്കെ സുഖവാസമല്ലായിരുന്നോ, സുഖവാസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നിനക്കൊക്കെ ഇപ്പം എന്താ വേണ്ടതെന്ന് അറിയണോ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പം നീ ഒരു മകനാണോടാ മകൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതി സച്ചിയോട്. അതെന്താടാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അല്ല
അമ്മ ഇവിടെ മരണത്തോടും മല്ലടിച്ച് വേദനയെടുത്ത് പൊളയുമ്പോൾ നീയൊക്കെ അവിടെ പോയി ആസ്വദിക്കുമല്ലായിരുന്നോടാ എന്ന് ചോദിച്ചു. ഞങ്ങൾ പോകുമ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഞങ്ങൾ പോയി വന്നതിന് ശേഷമല്ലേ അമ്മയ്ക്ക് കുഴപ്പം കണ്ടത്. ഇനിയിപ്പോൾ അമ്മയോട് ചോദിക്കാം എന്നാണെന്ന്, അല്ലാണ്ട് പോയ വഴിക്ക് അമ്മയ്ക്ക് ഇത് അസുഖമാണെന്ന് ഞങ്ങൾ എങ്ങനെയാടാ ഗണിച്ചറിയുന്നതെന്ന് സച്ചി ചോദിച്ചു. അല്ല അമ്മയുടെ പുന്നാരമോൻ നീയല്ലേ ഇവിടെ ഉള്ളത്, നീ ഇവിടെ ഉള്ളപ്പോൾ പിന്നെ മറ്റാരെന്തിന് കഷ്ടപ്പെടണം, മറ്റാരെന്തിന് ചിന്തിക്കണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി സുധിയോട് 4 ഡയലോഗും ഇറക്കി. ഇത് കഴിഞ്ഞപ്പോൾ മക്കളെ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ഛനിങ്ങനെ ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ എന്തായാലും ചന്ദ്ര ഇപ്പോൾ കട്ടിലിൻ്റെ ഒരു സൈഡിലായി. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും സച്ചിയും രേവതിയും വന്നല്ലോ, നിങ്ങൾ ടൂറ് പോകുന്നുണ്ടെങ്കിൽ പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര പറയുമ്പം ഇനി ഓരോയിടത്തേക്കും ഇല്ല എന്ന് ശ്രുതി അന്നേരം പറഞ്ഞു. അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര കലിപ്പായിപ്പോയി. അപ്പോൾ ശ്രുതി പറഞ്ഞു ശരിയാ അമ്മ പറഞ്ഞു, നമുക്ക് പോയാലോ ശ്രുതി, ഞാൻ ഒരിടത്തേക്കും അല്ല, ശ്രുതിക്ക് വേണമെങ്കിൽ ശ്രുതി തന്നെ പോയിക്കോളാൻ പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് അങ്ങ് കയറി പോവുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ആ ഒരു പഴയ സമാധാന അന്തരീക്ഷം ഉണ്ടല്ലോ, ഇടിവെട്ടും മഴയൊക്കെ ആയിട്ടല്ലേ, ആ അന്തരീക്ഷം തിരിച്ചു വന്നു. ചന്ദ്ര രേവതിയുടെ മെക്കിട്ട് കയറിക്കൊണ്ടേയിരിക്കുന്നു. രേവതി ടൂറ് പോയതിൻ്റെ ആ ഒരു കലിപ്പും കൂടി ഇപ്പോൾ രേവതിയോട് തീർക്കാനായിട്ട് ചന്ദ്ര ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം അവിടെ ഇങ്ങനെ മുറ പോലെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയത്താണ് അവിടെ ഒരു കല്യാണവിളി വരുന്നത്. വേറെ ആരുടെയല്ല, അശോകൻ്റെ മകൻ്റെ. അപ്പോൾ മകൻ്റെ വിവാഹക്കാര്യമൊക്കെ പറയാനായിട്ട് അശോകൻ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉണ്ട്, എല്ലാവരെയും വിവാഹത്തിന് ക്ഷണിക്കുകയാണ്. അപ്പോൾ അതേ പെണ്ണു വീട്ടുകാരെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ഇന്ന ദിവസം ഇത്രാം തീയതി വിവാഹമാണെന്നും ആരും വരാതിരിക്കരുതെന്നും എല്ലാവരും വരണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുക. അങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഭയങ്കര സന്തോഷമായിട്ട് കല്യാണം നടത്തുന്ന കാര്യങ്ങളെപ്പറ്റി എല്ലാം പറഞ്ഞു. നീ ധൈര്യമായിട്ടിരിക്കുക അശോക, ഞാനല്ല ഇടവുള്ള, മുന്നിൽ നിന്ന് തന്നെ നമ്മൾ ഈ കല്യാണം നടത്തും എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ സച്ചിയും പറഞ്ഞു നമ്മൾ ഈ കല്യാണം നല്ല രീതിയിൽ നടത്തും, മങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് നിങ്ങളേ ഉള്ളൂ എല്ലാത്തിനും എന്നൊക്കെ ഇങ്ങനെ അശോകൻ ചേട്ടനും പറഞ്ഞു. ഞങ്ങളുണ്ടല്ലോ പിന്നെന്താ കുഴപ്പമൊന്നും ഇവരും ചോദിക്കാം. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് കല്യാണം വിളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോയി. ഓരോരുത്തരും പേരെടുത്ത് വിളിച്ചിട്ടാണ് അദ്ദേഹം പോണത്. അത് കഴിഞ്ഞ് പിന്നെ അശോകേട്ടൻ്റെ മോക്കടെ കല്യാണത്തിൻ്റെ തിരക്കുകളും കാര്യങ്ങളായി വീട്ടിൽ. അങ്ങനെ ഇതിനിടയിലും ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ കല്യാണത്തിന് പോകാൻ വേണ്ടി എല്ലാവരും തയ്യാറെടുക്കുന്നു, ഒരുങ്ങുന്നു. പക്ഷേ ഇവിടെ ഇതിനേക്കാളെല്ലാം ട്വിസ്റ്റായിട്ട് സംഭവിച്ചത് ഈ അശോകേട്ടൻ്റെ മോൻ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ കൊച്ചച്ഛനോ അങ്ങനെ എന്തോ ഒരു ബന്ധത്തിലുള്ള ഒരാളാണ് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനായിട്ട് വന്ന ചേട്ടൻ. അതിവരാരും അറിയുന്നില്ല. അപ്പോൾ കല്യാണമായി, പന്തലിലേക്ക് ചെറുക്കനും പെണ്ണും എല്ലാവരും റെഡിയായി. എല്ലാവരും കല്യാണത്തിന് ചെന്നു. എല്ലാവരും ചെന്നത് കണ്ടപ്പോഴത്തേനും അശോകേട്ടന് ഭയങ്കര സന്തോഷം. അശോകേട്ടനാണെങ്കിൽ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുവാണ്. അപ്പോഴേക്കും ഇവർ ചെന്നു. ഇവരും എല്ലാത്തിനും കൂടി എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാട്ടോ. അങ്ങനെ ചന്ദ്രയും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ ബീരാനിക്കയെ യാദൃശ്ചികമായിട്ട് ശ്രുതി അവിടെ വെച്ച് കാണുന്നത്. അപ്പോൾ ശ്രുതിയെ ബീരാനിക്കയും കണ്ടു. ബീരാനിക്കയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഇവർ ഞെട്ടിപ്പോയി. അയ്യോ ഇതെന്നാ ബീരാനിക്ക എന്നാ ഇവിടെ? പെട്ടെന്ന് ശ്രുതി ഓടി ബീരാനിക്കയുടെ അടുത്തേക്ക് ചെന്നു. എന്താ ബീരാനിക്ക എവിടെയെന്ന് ചോദിച്ചു. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഈ ഇങ്ങനെയുള്ള നിർത്തൊന്നും വരരുതെന്ന്, പിന്നെ നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നീ എന്ത് വർത്തമാനമാണ് ശ്രുതി പറയുന്നത്? ഈ കല്യാണപ്പെണ്ണിൻ്റെ കൊച്ചച്ഛനാണ് ഞാൻ വേണ്ടേ അവരുടെ കല്യാണം നടത്തി കൊടുക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ടിങ്ങനെ അദ്ദേഹം. അപ്പോഴത്തേക്കും ബീരാനിക്ക പ്ലീസ് ബീരാനിക്ക അങ്ങോട്ട് വരരുത് ബീരാനിക്ക, എൻ്റെ ജീവിതം തകർക്കരുത്. ഇന്ന് ബീരാനിക്കയെ കണ്ട ഞാൻ ഇത്രയും നാൾ കെട്ടിപ്പൊക്കിയതെല്ലാം പൊളിഞ്ഞു പോകും ബീരാനിക്ക, എന്നെ ചതിക്കല്ലേ ബീരാനിക്ക എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ. അങ്ങനെ ബീരാനിക്ക ഞാൻ എന്ത് ചെയ്യാനാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ. ശ്രുതിയുടെ കയ്യും കാലും പിടിച്ച് കാറലും കൂവലും ഒക്കെ ആയിട്ട് നിന്നു. ഞാൻ ശ്രമിക്കാം, പക്ഷേ ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബീരാനിക്ക് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ശ്രുതിയാണെങ്കിൽ അപ്പം തന്നെ മീരയെ വിളിച്ചിട്ട് വിവരം പറയുക. മീര പറഞ്ഞു നീ തീർന്നു, ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ, അയാളുടെ കുടുംബത്തിലെ കല്യാണത്തിന് പോകരുതെന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റുമോ, നീ തീർന്നടി മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുതിയിൽ എണ്ണ ഒഴിച്ചും കൂടെ മീര അങ്ങ് കൊടുത്തു. അപ്പോൾ പിന്നെ നമ്മുടെ ശ്രുതിയുടെ കാര്യത്തിന് തീരുമാനമായി. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും രേവതി ഇങ്ങനെ പറന്നും നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ബീരാനിക്ക് അവിടെ നിൽക്കുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പെട്ടെന്ന് ഇതല്ലേ സച്ചിട്ടാ കൂടി വന്നേ, സച്ചിട്ടിക്ക് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി. എന്താ രേവതി? അത് നോക്കിക്കേ, അതാ ബീരാനിക്ക, സോറി ശ്രുതിയുടെ ഇളയച്ചനല്ലേ, അയാളെന്താ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്കും നമ്മുടെ അശോകേട്ടൻ അവിടെ നിൽക്കുന്നു. അശോകേട്ടനെ വിളിച്ചിട്ട് ചോദിച്ചു, അശോകേട്ടാ ആ നിൽക്കുന്നത് ആരാന്ന് ചോദിച്ചു. അത് നമ്മുടെ പെൺകുട്ടിയുടെ, അതായത് മണവാട്ടിയുടെ കൊച്ചച്ഛനാണെന്ന് പറഞ്ഞു. കൊച്ചച്ഛനോ?
അതേത് വകയിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കും. അപ്പോൾ പണി പാളി മൊത്തത്തിൽ ഫ്ലോപ്പ് ആയപ്പോഴത്തേക്കും സച്ചിൻ രവി പറഞ്ഞു, കണ്ടോ സച്ചേട്ടാ, നമ്മൾ എന്തൊക്കെയോ അറിയാനും ആഗ്രഹിച്ചു, അതെല്ലാം നമ്മുടെ കയ്യിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് സച്ചേട്ടാ, നമ്മളറിയാത്തതായിട്ട് എന്തൊക്കെയോ ഉണ്ട്. ശ്രുതിയുടെ കള്ളക്കളി പൊളിയാൻ പോവുകയാണ്. ഇനി എന്താണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇവനെ കൊണ്ട് തന്നെ ഞാൻ സത്യങ്ങൾ പറയുന്നത് പോലെ പറയിപ്പിക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സച്ചി തീരുമാനം എടുത്തിങ്ങനെ നിൽക്കുന്നു. എന്തായാലും ബീരാനിക്ക് കണ്ടതോടുകൂടി ശ്രുതിയുടെ തലവര തെളിഞ്ഞു. ഇനിയിപ്പോൾ അത് ഏത് രീതിയിൽ വരയ്ക്കണം, എങ്ങനെയൊക്കെയാണ് വര പോകണമെന്ന് സച്ചിൻ്റെ രേവതിയും തീരുമാനിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അടുത്ത ആഴ്ച നമ്മുടെ അടിപൊളി എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയരുതിട്ടോ. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.